നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവേഴ്സ്. ഓക്സ്ഫോർഡ് അക്കാഡമി, മണ്ണൂർ വളവ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. മക്കളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്. ശോഭനാഥ് യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മച്ചാനാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. സംഭവം പൊളി കവിതയാട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു കവിതയാണ്. നമുക്കത് അടിപൊളിയായിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ മക്കളെ, ഈ പ്യാർ എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് മലയാളം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, സ്നേഹം, അല്ലെ, മുഹബത്ത്. അപ്പം പ്യാർ, ഖുദ് സേ പ്യാർ, ഖുദ് എന്ന് പറഞ്ഞാൽ സ്വയം എന്നാണ് അർത്ഥം. അപ്പൊ ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹിക്കൂ. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും സ്നേഹിക്കുന്ന എനിക്കറിയാം. സ്വയം സ്നേഹിക്കാറുണ്ടടാ, സ്വയം സ്നേഹിക്കണം. എന്തിനാ നമ്മളിങ്ങനെ നമ്മളെ തന്നെ സ്നേഹിക്കണം എന്നറിയോ? നമുക്ക് മറ്റുള്ളവരെ, ഇപ്പൊ നമുക്കറിയാം, ഈ ലോകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പണം ഇല്ലെങ്കിൽ പോലും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ട് മറ്റൊരാൾക്ക്, അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും എല്ലാവർക്കും നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് സ്നേഹം, അല്ലെ? കൊടുത്താൽ ഇരട്ടിയായിട്ട് തിരിച്ചും കിട്ടും, അല്ലെ? അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്നേഹം നമുക്ക് വാരിക്കോരി ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് മക്കളെ? നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നോ അത്രത്തോളം നമുക്ക് മറ്റുള്ള ഒരാളെ എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇനി മുതൽ ഐ ലവ് യു എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഐ ലവ് മീ എന്ന് പറഞ്ഞ് ശീലിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ എത്ര സ്നേഹിക്കണോ അത്രത്തോളം നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റും. അതാണ് മക്കളെ ഈ ഒരു കവിതയുടെ സന്ദേശം. നമ്മളെ ഒരുപാട് സ്നേഹിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ എങ്ങനെ കുറെ സ്നേഹിക്കാൻ പറ്റും എന്ന് കാണിച്ചു തരുന്നതിനായിട്ട് നമ്മുടെ പ്രകൃതിയിലെ കുറച്ച് എക്സാമ്പിൾസ്, അതായത് ഈ കവിതയിൽ മൊത്തമായിട്ട് നമുക്ക് 4 പാരഗ്രാഫാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 3 പാരഗ്രാഫിലൂടെ നമ്മുടെ പ്രകൃതിയിലെ ചില വസ്തുക്കളെ കാണിച്ചു തന്നിട്ട് ആ വസ്തുക്കൾ എങ്ങനെയാണ് അവരുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ സ്വന്തം സൂര്യൻ ചേട്ടനെ കുറിച്ചാണ്. അതായത് സൺ, അല്ലെ? സണ്ണില്ലേ, സൂര്യൻ. അപ്പം സൂര്യൻ നമുക്കറിയാം സൂരജ് എന്നാണ് പറയാ, അല്ലെ? सूरज अपनी आंख से इतना प्यार करे कि वह दे सके आग दुनिया को भी. ഓക്കെ, നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. സൂരജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ സൂര്യൻ എന്നാണല്ലോ അർത്ഥം. അപ്പിനി എന്ന് പറഞ്ഞാൽ തന്റെ, അല്ലെ? തന്റെ. അപ്പൊ സൂരജ് അപ്പിനി എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്റെ. ആഗ് സേ, ആഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം തീ എന്നാണ്. പക്ഷെ ഇവിടെ സൂര്യന്റെ തീ എന്ന് ഉദ്ദേശിച്ചത് അതിന്റെ ഊർജം, അതായത് അതിന്റെ പ്രകാശമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ സൂരജ് അപ്പിനി ആഗ് സേ എന്ന് പറഞ്ഞാൽ സൂര്യൻ തന്റെ ഊർജത്തെ, അതായത് തന്റെ പ്രകാശത്തെ ഇത്നാ പ്യാർ കരേ, ഇത്രയധികം സ്നേഹിക്കുന്നു എന്നാ പറഞ്ഞത്. ഇത്നാ പ്യാർ കരേഗി, ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട് വഹ് ദേശക്കെ, വഹ് എന്ന് പറഞ്ഞാൽ അയാൾക്ക്, അതായത് നമ്മുടെ സൂര്യനില്ലേ, ഇവിടെ വഹ് എന്ന് പറഞ്ഞാൽ അവൻ, അത് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ഇവിടെ സൂര്യനെയാണ് ഉദ്ദേശിച്ചത്, അല്ലെ? അപ്പൊ സൂര്യൻ തന്റെ ഊർജത്തെ അല്ലെങ്കിൽ തന്റെ പ്രകാശത്തെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ട് അതിന് ദേശക്കെ, ദേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുക, നൽകുക എന്നൊക്കെയാണ് അർത്ഥം. ദേ എന്ന് പറഞ്ഞാല് സക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ എന്ന അർത്ഥമാണ്. അപ്പൊ ദേശക്കെ എന്ന് പറഞ്ഞാല് ക്യാൻ ഗിവ്, അല്ലെ? അതായത് കൊടുക്കാൻ പറ്റും. എന്ത് കൊടുക്കാൻ പറ്റും എന്നാ പറഞ്ഞത്? ആഗ്, പ്രകാശം അല്ലെങ്കിൽ അതിന്റെ ഊർജം കൊടുക്കാൻ പറ്റും. ആർക്ക്? ദുനിയാ കോബി. ദുനിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോക്കി ബായ് പറയില്ലടാ എന്താ വേണ്ട വെച്ചപ്പോ ദുനിയ എന്ന് പറയില്ലേ, ലോകം, അല്ലെ? അപ്പം നമ്മുടെ ഈ ലോകത്തിന് മുഴുവൻ സൂര്യനാണ് എന്ത് ചെയ്യുന്നത്? ഊർജം അല്ലെങ്കിൽ വെളിച്ചം കൊടുക്കുന്നത്. അപ്പൊ സൂര്യന് ഈ ഭൂമി മാത്രമല്ലേ, മറ്റു ഗ്രഹങ്ങൾക്കൊക്കെ ഊർജം കൊടുക്കുന്നത് നമ്മുടെ സൂര്യനാണ്. അത്രയും ആൾക്കാർക്ക് ഈ ഊർജം കൊടുക്കാൻ അല്ലെങ്കിൽ വെളിച്ചം കൊടുക്കാൻ നമ്മുടെ സൂര്യനെ കൊണ്ട് പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മുടെ കവി പറയുന്നത്. ആ സൂര്യൻ അതിന്റെ വെളിച്ചത്തെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ സൂര്യൻ തന്റെ വെളിച്ചത്തെ അത്രയേറെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ സൂര്യന് എല്ലാവർക്കും വെളിച്ചം കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താ അവിടെ കവി ഉദ്ദേശിച്ചത്? ഇതുപോലെ തന്നെ നമ്മളെ പെരുത്ത് സ്നേഹിക്കുക, അല്ലെ? നമ്മൾ ഒരുപാട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ സ്നേഹം കൊടുക്കാൻ പറ്റും, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, എല്ലാവരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കില്ലടാ. എല്ലാവരും ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയൊക്കെ എത്ര സുന്ദരമാവും. അപ്പൊ നമുക്ക് മക്കളെ ഇനി അടുത്ത എക്സാമ്പിളിലേക്ക്. അപ്പൊ ആദ്യത്തെ എക്സാമ്പിളിൽ സൂര്യൻ അതിന്റെ പ്രകാശം എങ്ങനെയാണ് സൂര്യന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതെന്ന് ചർച്ച ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് നമുക്ക് ചുറ്റിലും കാണുന്ന ഒരു ചങ്ങായിയാണ്. ആരാ? ദരക്ത്. ദരക്ത് എന്ന് പറഞ്ഞാൽ പേട്, അല്ലെ? അത് നിങ്ങൾ കേട്ട, പേട് എന്ന് പറഞ്ഞാൽ മരം, അല്ലെ? ദരക്ത് അപ്പിനെ ഫൂലോംസെ, മരത്തിലുണ്ടാവുന്ന ഒരു സാധനമാണ് ഫൂൽ, അല്ലെ? ഫൂൽ എന്ന് പറഞ്ഞാൽ പൂ, അല്ലെ? അപ്പം മരം തന്റെ പൂക്കളെ, അല്ലെ? മരത്തിന് ആ പൂക്കളെ എന്ത് ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞേ? ഇത്തിനാ പ്യാർക്കരെ, മരം തന്റെ പൂക്കളെ ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ട് എന്ന്, അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ മക്കളൊക്കെ ഇഷ്ടം പോലെ സ്നേഹിക്കില്ല. അതേമാതിരി മരത്തിന്റെ മക്കളാണ് അതിന്റെ പൂക്കൾ, അല്ലെ? അപ്പൊ മരം തന്റെ മക്കളെ
അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ ഗുണം? വഹ് ദേശക്കെ ആ മരത്തിന് കൊടുക്കാൻ പറ്റും. എന്ത്? ഫൂൽ, പൂക്കൾ കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞത്. ആർക്കാ പൂക്കൾ കൊടുക്കുന്നത്? ദുനിയാ കോബി, ലോകത്തിന് മുഴുവൻ അല്ലെ. മരം പല ജീവജാലങ്ങൾക്കും മനുഷ്യനും ഒക്കെ നമ്മൾ മുല്ലപ്പൂ അല്ലെ അങ്ങനെ പല പൂക്കളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? തലയിൽ ചൂടാനും പൂജയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അലങ്കാരത്തിനും ഇനി കാമുകൻ കാമുകിക്ക് കൊടുക്കാനും കല്യാണത്തിന് മാല ചാർത്താനും ഒക്കെ നമ്മൾ പൂ എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ട്, വാങ്ങാറുണ്ട്. അതേപോലെ തന്നെ തേനീച്ചയൊക്കെ പോലുള്ള പല ജീവികളും പൂക്കൾ എന്ത് ചെയ്യാറുണ്ട്? പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെ കിട്ടുന്നത് എവിടുന്ന? മരത്തിൽ നിന്നാണ്. അപ്പൊ മരത്തിന് ഇത്രമാത്രം ജീവജാലങ്ങൾക്ക് പൂ കൊടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാന്നാ പറഞ്ഞത്? മരം തന്റെ പൂക്കൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ആ മരത്തിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും. ആ പൂക്കളൊക്കെ മരത്തിന് കൊടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ആവണം നമ്മളെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ ഉദാഹരണം പ്രകൃതിയിൽ തന്നെയാണ് പറയുന്നത്. മൂന്നാമത് ആരുടെ കാര്യം പറയുന്നത്? ബാദലിന്റെ കാര്യമാണ് പറയുന്നത്. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘ്, മേഘ് എന്ന് പറഞ്ഞാൽ മേഘം അല്ലെ. അപ്പം ബാദൽ അപ്പിനെ ജൽസെ, മേഘത്തിൽ എന്താണ് ഉണ്ടാവുക? മേഘം നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന വെള്ളമാണ് മേഘമായിട്ട് മാറുന്നില്ലേ. നീരാവിയൊക്കെ തണുത്തിട്ടാണ് മേഘമായിട്ട് മാറുന്നത്. അപ്പം മേഘത്തിൽ നിറയെ വെള്ളം ഉണ്ടാവും. അപ്പം മേഘം എന്ത് ചെയ്യുന്നു പറഞ്ഞേ? അപ്പിനെ ജൽസെ, തന്റെ വെള്ളത്തിനെ, തന്റെ ആ മേഘത്തിലുള്ള വെള്ളത്തിനെ ഇത്തിനാ പ്യാർ കരേക്ക്, ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. മേഘത്തിന് അതിന്റെ വെള്ളത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മേഘത്തിന് എന്താ പറ്റുന്നത്? വഹ് ദേശക്കെ ആ മേഘത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. മേഘം എന്താ തരുന്നത്? ജൽ, മേഘത്തിനടുത്ത് വെള്ളമല്ലേ ഉള്ളത്. അപ്പൊ മേഘം വെള്ളം കൊടുക്കുന്നുണ്ട്. ആർക്കാ കൊടുക്കുന്നത്? ദുനിയാ കോബി, ഇവിടെ ഈ ദുനിയാവിന് മൊത്തം ഈ ലോകത്തെ എല്ലാവർക്കും വേണ്ടെന്നാണ് വെള്ളം അല്ലെ. ആ വെള്ളം നമുക്ക് തരുന്നത് ആരാ? ഈ ചെങ്ങായിയാണ്. ബാദല്ലേ, മേഘങ്ങളാണ് തരുന്നത്. അപ്പൊ മേഘങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ സാധിക്കുന്നത്? മേഘത്തിന് അതിന്റെ വെള്ളത്തെ അത്ര ഇഷ്ടമാണ് അല്ലെ. അപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് മേഘത്തിന് ഒരുപാട് വെള്ളം കിട്ടും. അപ്പൊ ആ വെള്ളം ചെയ്യും മേഘം എല്ലാവർക്കും കൊടുക്കാൻ മേഘത്തിന് പറ്റും അല്ലെ. ഓക്കെ, ഇനി നമ്മളോട് പറയാണ് ഇത്രയും ഉദാഹരണങ്ങൾ, 3 ഉദാഹരണങ്ങൾ പറഞ്ഞു അല്ലെ. സൂര്യന്റെ ഉദാഹരണം പറഞ്ഞു, മരത്തിന്റെ ഉദാഹരണം പറഞ്ഞു, മേഘത്തിന്റെ ഉദാഹരണം പറഞ്ഞു. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് കവി ആശയത്തിലേക്ക്, മെസ്സേജിലേക്ക് വരികയാണ്. നമ്മളോട് പറയാണ് മേം ഖുദ്സേ, ഞാൻ എന്ത് ചെയ്യുന്നു? സ്വയം. ഇവിടെ മേം എന്ന് ഉദ്ദേശിച്ചത് കവിയാണ് ഉദ്ദേശിച്ചെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കവി പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ സ്വയം ഇത്തിനാ പ്യാർ കരു, എന്നെ തന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ കവി പറയാണ് ഞാൻ എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ? ദേശക്കും എനിക്ക് കൊടുക്കാൻ പറ്റും. എന്ത്? പ്യാർ, സ്നേഹം കൊടുക്കാൻ പറ്റും. ആർക്ക്? ഏതെങ്കിലും ഒരാൾക്കല്ല. ആർക്കാ? ദുനിയാ കോബി, ലോകത്തെ മുഴുവൻ എനിക്ക് സ്നേഹിക്കാൻ പറ്റുമെന്നാണ് കവി പറയുന്നത്. ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളും ഇതുപോലെ തന്നെ നമ്മളെ ഒരുപാട് സ്നേഹിക്കണം. അപ്പൊ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചൊരു സെൽഫ് കോൺഫിഡൻസ് വരും, നമ്മളെ കുറിച്ചൊരു ആത്മാഭിമാനം വരും. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോംപ്ലക്സുകളും നമുക്ക് മറ്റുള്ളവരുള്ള ദേഷ്യവും അസൂയും ഒക്കെ ഇല്ലാണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാവരെയും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാൻ പറ്റും. ഇതാണ് ഈ കവിതയുടെ ആശയം. അപ്പൊ മക്കളെ, കവിതയ്ക്ക് ഇഷ്ടമായില്ലേ? എല്ലാവർക്കും അർത്ഥങ്ങൾ മനസ്സിലായില്ലേ? അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകളും സിമ്പിൾ ആയിട്ട് പഠിക്കുക. അപ്പൊ അതിന് മക്കൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമന്റ് ചെയ്യുക, നിങ്ങളുടെ സ്കൂളിലെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ, മറക്കരുതേ. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു വർക്കൗട്ട് ഞാൻ ഇവിടെ തരികയാണ്. സോ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ കവിതയുടെ കാര്യം ജസ്റ്റ് ഒന്ന് പറയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചെറിയൊരു സംഗതിയാണ്. ഇവിടെ നിങ്ങൾക്ക് സൂരജ്, പേട്, ബാദൽ, നമ്മളിപ്പോ പഠിച്ച 3 സാധനങ്ങളാണ് അല്ലെ. പേടിന് നമുക്ക് അവിടെ ഗരക്ത് എന്നാണ് കൊടുത്തിരുന്നത്, ഇവിടെ പേട് എന്നാണ് തന്നത്, മരം അല്ലെ. അപ്പൊ സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, പേട് എന്ന് പറഞ്ഞാൽ മരമാണ്, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമാണ്. നിങ്ങൾക്ക് രണ്ടാമത്തെ ബോക്സിൽ ദുനിയാക്കോ എന്ന് കൊടുത്തിട്ടുണ്ട്. ദുനിയാക്കോ എന്ന് പറഞ്ഞാൽ ലോകത്തിന് അല്ലെ. അപ്പൊ സൂര്യൻ ലോകത്തിന്, മരം ലോകത്തിന്, ബാദൽ ലോകത്തിന്. എന്നിട്ട് പിന്നെ ഇവിടെ ലാസ്റ്റ് ദേത്താഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുക്കുന്നു എന്നാണ്. ദേ എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നല്ല അർത്ഥം, കൊടുക്കുന്നു എന്നാണ് അർത്ഥം. അപ്പം സൂര്യൻ ലോകത്തിന് എന്തോ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ മരം ലോകത്തിന് എന്തോ കൊടുക്കുന്നുണ്ട്, പിന്നെ മേഘം ലോകത്തിന് എന്തോ കൊടുക്കുന്നുണ്ട്. കവിത ശരിക്കും മനസ്സിലാക്കിയ ആദ്യത്തെ 3 പാരഗ്രാഫിൽ നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് സൂര്യൻ എന്താ കൊടുക്കുന്നത് ലോകത്തിന്, അതേപോലെ തന്നെ മേഘം എന്താണ് കൊടുക്കുന്നത്, മരം എന്താണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ പറയാൻ പറ്റും എന്താ? സൂര്യൻ കൊടുക്കുന്ന അതിന്റെ ഊർജം, ആഗല്ലേ, ആഗ് എന്നുള്ളതിന് നമുക്ക് അറിയാം എന്താ? ഊർജം അല്ലെങ്കിൽ പ്രകാശം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഊർജ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? സൂരജ് ദുനിയാക്കോ ഊർജ ദേത്താ ഹേ. അപ്പൊ 1 ഉത്തരം കിട്ടിയില്ലേ. ഇനി രണ്ടാമത്തെ മരമാണ്, പേട് അല്ലെ. അവിടെ പറഞ്ഞിട്ട് ഗരക്തില്ലേ, മരം എന്താ കൊടുക്കുന്ന? പൂക്കളല്ലേ, ഭംഗിയുള്ള പൂക്കളല്ലേ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫൂൽ. അപ്പൊ എന്താ നമ്മുടെ രണ്ടാമത്തെ ആൻസർ? പേട് ദുനിയാക്കോ ഫൂൽ ദേത്താ ഹേ അല്ലെ. അതായത് മരങ്ങൾ ലോകത്തിന് പൂക്കൾ കൊടുക്കുന്നു. ഇനി അടുത്തെന്താ? ബാദൽ, മേഘത്തിൽ നിറയെ വെള്ളല്ലേ. അപ്പൊ മേഘത്തിന് വെള്ളമാണ് കൊടുക്കാൻ പറ്റുക അല്ലെ. അപ്പം ബാദൽ ദുനിയാക്കോ പാനി ദേത്താ ഹേ. ഓക്കെ, വെള്ളം കൊടുക്കുന്നു. ഇത്ര
സിമ്പിൾ ആണ്. ഹിന്ദി എളുപ്പമല്ല മക്കളെ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.